Hello guys, welcome to the video. In this video, I will tell you what RRSP account is. How RRSP account is tax refund കൂട്ടാൻ സാധിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് explain ചെയ്തു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ don't forget to like, subscribe and comment. നിങ്ങൾക്ക് എന്തെങ്കിലും investment related questions എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ Facebook ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു RRSP account തുടങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ രണ്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ വെൽ സിമ്പിൾ. നിങ്ങൾ ആദ്യത്തെ $100 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എനിക്കും $10 റഫറൽ ബോണസ് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ് ട്രേഡ്. നിങ്ങൾ ആദ്യത്തെ $1000 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എനിക്കും $25 റഫറൽ ബോണസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ RRSP സ്റ്റാൻഡ്സ് ഫോർ രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് സേവിങ്സ് പ്ലാൻ അക്കൗണ്ട്. പേരിലൊരു സേവിങ്സ് ഉണ്ടെങ്കിലും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓൺ ചെയ്യാം. സ്റ്റോക്സ് ഓൺ ചെയ്യാം, ബോണ്ട്സ് ഓൺ ചെയ്യാം, GIC ഓൺ ചെയ്യാം, പ്രഷ്യസ് മെറ്റൽസ് ഓൺ ചെയ്യാം, അങ്ങനെ പലതരം ഇൻവെസ്റ്റ്മെൻറ്റ്സും. ഈ അക്കൗണ്ട് ഒരു ടാക്സ് ഷെൽട്ടേർഡ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുണ്ടാക്കുന്ന ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് പലതരം അക്കൗണ്ട്സിൽ ഓൺ ചെയ്യാം. അതിൻ്റെ അകത്ത് മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇത് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ അതൊരു ടാക്സ് ഷെൽട്ടേർഡ് അക്കൗണ്ട്. സോ നിങ്ങളൊരു മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ ഓൺ ചെയ്യുകയാണ് നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ടിൽ. അത് നിങ്ങൾ വാങ്ങിച്ചപ്പോൾ $10 ആയിരുന്നു. പിന്നെ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് $100 എന്നിട്ട് നിങ്ങൾ $100 അത് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ക്യാപിറ്റൽ ഗെയിൻ $90 ആണ്. ഈ $90 50% നിങ്ങൾക്ക് ടാക്സ് ആയി കൊടുക്കണം നിങ്ങൾ ഈ സ്റ്റോക്ക് ക്യാഷ് അക്കൗണ്ടിൽ ആണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ. പക്ഷേ നിങ്ങൾ ഈ സെയിം സ്റ്റോക്ക് RRSP ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ടാക്സ് ഒന്നും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതൊരു റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും നിങ്ങൾ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ. പക്ഷേ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷേ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് RRSP വഴി നിങ്ങൾക്ക് ടാക്സിൽ സേവ് ചെയ്യാൻ പറ്റണമെന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് വിഡ്രോയിലിനെ പറ്റി സംസാരിക്കാം. സോ ഈ എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും RRSP എങ്ങനെയാണ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം കുറയ്ക്കാൻ സഹായിക്കണമെന്ന്. സോ ഇത് ജോണിൻ്റെ ഈ വർഷത്തെ ടോട്ടൽ ഇൻകം $50,000 ആണ്. ജോണിൻ്റെ ടാക്സ് റേറ്റ് നമുക്ക് 20% ആയിട്ട് അസ്യൂം ചെയ്യാം. ഈ വർഷം ജോൺ ഗവൺമെൻറ്റിന് ഓ ചെയ്യുന്ന ടാക്സ് $10,000 ആണ്. 50,000 20%. സോ ഈ വർഷം ജോൺ $10,000 ജോണിൻ്റെ RRSPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ജോണിൻ്റെ പുതിയ ടാക്സബിൾ ഇൻകം $40,000 ആണ്. $50,000 മൈനസ് $10,000. ജോണിൻ്റെ ടാക്സബിൾ ഇൻകം കുറഞ്ഞപ്പോൾ ജോണിൻ്റെ ടാക്സ് പേബിളും കുറഞ്ഞു. മുമ്പ് ജോൺ ഓ ചെയ്ത ടാക്സ് 10,000 ആണെങ്കിൽ ടാക്സബിൾ ഇൻകം 40,000 ആയപ്പോൾ ജോൺ ഓ ചെയ്യുന്ന ടാക്സ് $8,000 ആയി. സോ ജോൺ ഓൾറെഡി ആ വർഷം $10,000 ടാക്സ് പേ ചെയ്തു. സോ ജോൺ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ആ $10,000 മൈനസ് $8,000 $2,000 ജോണിന് ടാക്സ് റീഇംബേഴ്സ്മെൻ്റ് ആയി കിട്ടും. ഈ RRSPയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഹൈ ഇൻകത്തിലായിരിക്കും. നമ്മൾ ഈ ഹൈ ഇൻകത്തിലാകുമ്പോൾ ഈ RRSP ഉപയോഗിച്ച് നമുക്ക് ഇൻകം ലോവർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇൻകം ലോവർ ആകുമ്പോൾ നമ്മുടെ ടാക്സ് റേറ്റ് കുറയും. പിന്നീട് നമ്മൾ റിട്ടയർ ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാതാകുമ്പോൾ ഈ RRSPയിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുമ്പോൾ നമ്മളൊരു ലോവർ ടാക്സ് ബ്രാക്കറ്റിലായിരിക്കും. കാരണം നമുക്ക് വേറെ ഇൻകം ഒന്നും വന്നില്ല. നമുക്ക് ആകെയുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ RRSPയിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന ഈ ഫണ്ട്സ് മാത്രമാണ്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടുനോക്കാം. സോ നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ കാണിച്ച ജോൺ റിട്ടയർ ആയി. സോ ജോൺ റിട്ടയർ ആയി കഴിഞ്ഞ് ജോണിന് ആകെയുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ ജോണിന് മാസം കിട്ടുന്ന $500 ആണ്. സോ ആ വർഷത്തെ ജോണിൻ്റെ ടോട്ടൽ പെൻഷൻ ഇൻകം എന്ന് പറഞ്ഞാൽ $6,000 ആണ്. സോ ജോണിന് $500 കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജോൺ നേരത്തെ RRSPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 10,000 നിന്ന് എല്ലാ മാസവും $500 വെച്ച് ജോൺ പിൻവലിച്ചു. സോ ജോണിൻ്റെ വിഡ്രോവൽ ഫ്രം RRSP ഒരു ടാക്സബിൾ ഇൻകം ആയതിനാൽ ജോണിൻ്റെ ആ വർഷത്തെ ടോട്ടൽ ഇൻകം $6,000 ഫ്രം RRSP പ്ലസ് $6,000 ഫ്രം പെൻഷൻ. സോ ഈ ടോട്ടൽ $12,000 ഒരു ലോവർ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഇൻകമാണ്. സോ ഈ $12,000 ലോവർ ടാക്സ് ബ്രാക്കറ്റിലെ ഇൻകം ആയതിനാൽ അതിൻ്റെ ടാക്സ് റേറ്റും കുറവായിരിക്കും. സോ ലെറ്റ്സ് അസ്യൂം ഈ $12,000 ടാക്സ് റേറ്റ് 12% ആണ്. സോ ടാക്സ് റേറ്റ് 12% ആയാൽ ജോണിന് ആ വർഷം അടയ്ക്കേണ്ട ടാക്സ് വെറും $1,440 ആണ്. ഈ RRSPയുടെ ടാക്സ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ RRSPയുടെ റിയൽ അഡ്വാൻറ്റേജ് ഇരിക്കുന്ന ഈ RRSPയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ഈ $10,000 ഗ്രോ ചെയ്യുമ്പോഴാണ്. സോ ലെറ്റ്സ് സേ ദാറ്റ് നിങ്ങളൊരു 20 വർഷം വർക്ക് ചെയ്തു. നിങ്ങൾ 20 വർഷം വർക്ക് ചെയ്തപ്പോഴും എല്ലാ വർഷവും നിങ്ങൾ $10,000 നിങ്ങളുടെ RRSPയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. ഈ ട്രാൻസ്ഫർ ചെയ്ത $10,000 10% എല്ലാ വർഷം കൂടിയാൽ 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ നിങ്ങളുടെ RRSP അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് വരും നമുക്ക് നോക്കാം. സോ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റർ ആണ്. നമ്മൾ എല്ലാ വർഷം $10,000 നമ്മുടെ RRSPയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 20 വർഷം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമുക്ക് എത്ര ക്യാഷിൽ ബാക്കി ഉണ്ടാവും നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിംഗ് എമൗണ്ട് ഞാൻ 0 എടുക്കുകയാണ്. സോ ആഫ്റ്റർ 20 ഇയേഴ്സ് 20 വർഷമാണ് നമ്മൾ $10,000 കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. റേറ്റ് ഓഫ് റിട്ടേൺ ഞാൻ 10% കൊടുക്കുകയാണ്. സോ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 8 to 11% ആണ്. സോ കോമ്പൗണ്ടിങ് ഞാൻ ആനുവലി കൊടുക്കുകയാണ്. വേണമെങ്കിൽ ക്വാർട്ടർലി കൊടുക്കാം, പക്ഷേ ഞാൻ ആനുവലിയാണ് കൊടുക്കുന്നത്.
അഡീഷണൽ കോൺട്രിബ്യൂഷൻ്റെ അടുത്ത് നമുക്ക് $10,000 കൊടുക്കാം. നമ്മൾ കോൺട്രിബ്യൂഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് $630,000 ആണ്. സോ 20 വർഷം കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ $630,000 വരും. സോ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത വെറും $200,000 ആണ്. ബാക്കി മൊത്തം ഇൻട്രസ്റ്റ് ആണ് കയറിക്കുന്നത് $430,000. സോ നിങ്ങളുടെ RRSP കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് ഇതിൽ നിന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ RRSP ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് 71 വയസ്സാകുമ്പോൾ നിങ്ങളുടെ RRSP അക്കൗണ്ട് ഒരു RRIF അക്കൗണ്ടായി മാറും. RRIF അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വർഷവും ഒരു മിനിമം എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടി വരും. ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് ടാക്സും കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ RRSP അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കാതെ 2 രീതിയിൽ ഫണ്ട്സ് വിഡ്രോ ചെയ്യാം. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഹോം ബയേഴ്സ് പ്ലാൻ, അതായത് നിങ്ങൾക്കൊരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ RRSP അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് നിങ്ങൾക്കൊരു വീട് വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുകയോ ചെയ്യാം. പക്ഷേ 15 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ഈ ഫണ്ട്സ് RRSPയിലേക്ക് തിരിച്ചടയ്ക്കണം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ലേണിംഗ് പ്ലാൻ, അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ സ്പൗസിനോ എന്തെങ്കിലും പഠിക്കാൻ പോകാൻ നിങ്ങൾക്ക് RRSP അക്കൗണ്ടിൽ നിന്ന് ഫണ്ട്സ് വിഡ്രോ ചെയ്യാം. പക്ഷേ അത് 10 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ അത് തിരിച്ചടയ്ക്കണം. നിങ്ങളുടെ RRSP കോൺട്രിബ്യൂഷൻ ലിമിറ്റ് ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ഇൻകത്തിൻ്റെ 18% ആണ്. ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയ കോൺട്രിബ്യൂഷൻ ലിമിറ്റ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ലിമിറ്റ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ആവും. നിങ്ങളുടെ RRSP ലിമിറ്റ് നിങ്ങൾക്ക് 2 രീതിയിൽ അറിയാം. ആദ്യത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടീസ് ഓഫ് അസസ്മെൻറ്റിലുണ്ടാവും നിങ്ങളുടെ RRSP കോൺട്രിബ്യൂഷൻ ലിമിറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ CRI ഓൺലൈൻ അക്കൗണ്ടിലുണ്ടാവും നിങ്ങളുടെ RRSP കോൺട്രിബ്യൂഷൻ ലിമിറ്റ്. നിങ്ങളുടെ RRSP അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യാം $2,000 വരെ. പക്ഷേ $2,000 മേളിലാണെങ്കിൽ നിങ്ങൾ ആ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിൻ്റെ 1% ടാക്സ് ആയി കൊടുക്കേണ്ടി വരും. ഈ RRSP കോൺട്രിബ്യൂഷൻ ലിമിറ്റിന് ഒരു മാക്സിമം ഉണ്ട്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ഇൻകത്തിൻ്റെ 18% $26,500 മേളിലാണെങ്കിൽ നിങ്ങളുടെ ആ വർഷത്തെ RRSP കോൺട്രിബ്യൂഷൻ $26,500 ആയിരിക്കും. കാരണം $26,500 ആണ് മാക്സിമം കോൺട്രിബ്യൂഷൻ ലിമിറ്റ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു പെൻഷൻ പ്ലാൻ ഉണ്ട്. ആ പെൻഷൻ പ്ലാനിലേക്ക് നിങ്ങൾ എല്ലാ വർഷവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ RRSP കോൺട്രിബ്യൂഷൻ ലിമിറ്റ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങളുടെ ഇയർലി സാലറിയുടെ 18% $20,000 ആണെങ്കിൽ ആ വർഷം നിങ്ങൾ $10,000 വർക്ക് പെൻഷനിലൂടെ നിങ്ങൾ പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ ബാക്കി $10,000 ആണ് നിങ്ങൾക്ക് RRSPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ RRSP അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്താൽ ആ കോൺട്രിബ്യൂഷൻ ലിമിറ്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ഈ വിഡ്രോവൽ TFSA അക്കൗണ്ടാണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കോൺട്രിബ്യൂഷൻ ലിമിറ്റ് തിരിച്ചു കിട്ടും. പക്ഷേ RRSP അക്കൗണ്ടിൽ ആ കോൺട്രിബ്യൂഷൻ ലിമിറ്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. സപ്പോസ് നിങ്ങൾക്ക് ഈ വർഷം കിട്ടിയ കോൺട്രിബ്യൂഷൻ ലിമിറ്റ് $5,000 ആണ്. നിങ്ങൾ ആകെ $1,000 നിങ്ങളുടെ RRSPയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ $1,000 ഒരു $100,000ലേക്ക് ഗ്രോ ചെയ്തു. ഈ $1,000 $100,000 ഗ്രോ ചെയ്താലും നിങ്ങൾക്ക് സ്റ്റിൽ ആ $4,000 കോൺട്രിബ്യൂഷൻ ലിമിറ്റ് ബാക്കി നിങ്ങളുടെ RRSPയിൽ കാണും. അപ്പോൾ അതോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയി എന്ത് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പീസ് ഔട്ട്.